നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു വമ്പൻ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് ഈ സമയത്ത്, അതായത് ഇന്ത്യ ഇപ്പോൾ ഒരു ഭീകരാക്രമണം നേരിട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര ശത്രുക്കളെ നേരിടുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് ഒരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള യൂട്യൂബ് ചാനലുകൾ ഇന്ത്യ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അനവധി, അതായത് ഷോയബ് അക്തർ എന്ന് പറയുന്ന പഴയ ക്രിക്കറ്റ് കളിക്കാരന്റെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ ഇപ്പോൾ നിരവധി വാർത്താ ചാനലുകളാണ്, യൂട്യൂബ് ചാനലുകളാണ് ഇന്ത്യയിൽ അടച്ചുപൂട്ടിയത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇവിടെ ഇടുന്ന കോൺഗ്രസിന്റെ ട്വീറ്റുകൾ പോലും പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ വന്ന് ആഘോഷമാക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്താ ചാനലുകൾ ഇപ്പോൾ അടച്ചുപൂട്ടാനായിട്ടുള്ള തീരുമാനം, യൂട്യൂബിൽ നിന്ന് ബാൻ ചെയ്യാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, BBC-ക്ക് കേന്ദ്രം നോട്ടീസ് കൊടുത്തു എന്നുള്ളതാണ്. BBC തികച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയൊരു നടപടി BBC-യുടെ ഭാഗത്ത് ഉള്ള ഒരു അനാസ്ഥയ്ക്കെതിരെ എടുത്ത വാർത്ത വലിയ രീതിയിൽ രാജ്യം ചർച്ച ചെയ്തതാണ്. ഈ ഒരു സാഹചര്യത്തിൽ BBC വാർത്ത കൊടുത്തത് ഇന്ത്യയിൽ കാശ്മീരിൽ ടൂറിസ്റ്റുകൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് BBC കൊടുത്തത്. പ്രധാനമായും ടൂറിസ്റ്റുകൾ എങ്ങനെയാണ് മരിച്ചത്, അതൊരു ഭീകരാക്രമണം അല്ല എന്നുള്ള രീതിയിലാണ് BBC വാർത്ത കൊടുത്തത്. പോരാത്തതിന് അവിടെ ഹിന്ദുക്കളെ മതം പറഞ്ഞ് വെടിവെച്ചു കൊന്ന ഭീകരവാദികളെ ഈ BBC മിലിറ്റൻസ് എന്ന് വിശേഷിപ്പിച്ചതാണ് ഇന്ത്യയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു മാധ്യമമാണ് BBC എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു നടപടി BBC-ക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യവിരുദ്ധത പറയുന്ന മാധ്യമങ്ങൾ, മീഡിയ വൺ പോലുള്ള മാധ്യമങ്ങളെ കേന്ദ്രം നോട്ടമിട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. കേന്ദ്രത്തിന്റെ റഡാറിൽ തന്നെയാണ് ഈ മാധ്യമങ്ങൾ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ സമയത്ത് രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന സകല ആൾക്കാരെയും കേന്ദ്രം സ്കെച്ച് ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കാനഡയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട യൂട്യൂബർ, ഒരു മലയാളിയായിട്ടുള്ള ഒരു യൂട്യൂബറാണ്, പ്രധാനമായും സുഡാപ്പികളുടെ ചെരുപ്പ് നക്കി ജീവിക്കുന്ന ഒരു മലയാളിയായിട്ടുള്ള യൂട്യൂബർ. ഈ യൂട്യൂബർ നിരന്തരം രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധത തുപ്പുന്നു എന്നുള്ളതാണ്. ഭരണഘടനയിലൊക്കെ വലിയ വിശ്വാസമൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും അത് തുറന്ന് വായിക്കാനുള്ള വകതിരിവ് പോലുമില്ലാത്ത, ബുദ്ധിയില്ലാത്ത ഒരു യൂട്യൂബറാണ് ഈ യൂട്യൂബർ എന്ന് പറയുന്നത്. പ്രധാനമായും ഇവിടെയുള്ള CPM-ന്റെ വിടുപണി ചെയ്യുന്ന, സുഡാപ്പികളുടെ ചെരുപ്പ് നക്കി ജീവിക്കുന്ന, സുഡാപ്പികളുടെ ഔദാര്യത്തിൽ മാത്രം കഞ്ഞി കുടിച്ചു പോകുന്ന ഒരു യൂട്യൂബർ. ഈ യൂട്യൂബറിന്റെ ചാനലിനെതിരെയും പരാതി പോയിട്ടുണ്ട് എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ യൂട്യൂബ് ചാനലും ഇന്ത്യയിൽ നിരോധിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഇതിനെല്ലാമുള്ളൊരു നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്രം ഇവർ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നടപടിയും എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ കേന്ദ്രം അത് കൃത്യമായി മനസ്സിൽ വെച്ചിരിക്കും. അതിൽ അന്വേഷണം അന്തർധാരയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നൊരു ദിവസം പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെയാണോ നിരോധിച്ചത്, അതുപോലെ പെട്ടെന്നൊരു ദിവസം സകല തെളിവുകളും ശേഖരിച്ച ശേഷം കേന്ദ്രം ഇത് നിരോധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പം നടക്കുന്നത് ഡോക്യുമെന്റേഷനാണ്. അതായത് ഇവർ പറയുന്ന രാജ്യവിരുദ്ധ പ്രസ്താവനകളുടെ എല്ലാം ഡോക്യുമെന്റേഷനാണ് നടത്തുന്നത്. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ രാജ്യത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഉന്നയിക്കുന്നത് രാജ്യത്തിനെതിരെയല്ല, മോദിക്കെതിരെയാണ്, സംഘികൾക്കെതിരെയാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.